ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല, ഇനി കുറച്ച് ഒരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. എൻ്റെ ലാപ്പിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയതുകൊണ്ടാണ് കുറച്ച് ശരി വീഡിയോസ് ഒന്നും ഇല്ല. ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ട്രേഡൊക്കെ എടുക്കലുണ്ടേനി. അത് വേറെ ആളെ ലാപ്പിൽ നിന്നാണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും കഴിയാതിരുന്നത്. അതിൻ്റെ PNL കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ട്രേഡ്സ് എടുത്തതിൻ്റെ PNL കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നെടുത്ത ട്രേഡും ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കിടക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് 2 ട്രേഡാണ് എടുത്തത്. ഒരു SL ഒരു ടാർഗറ്റ് അല്ല, ഒരു ട്രയലിംഗ് SL ആണ്. 100 പോയിൻ്റ് ആയ സമയത്ത് ട്രയൽ ചെയ്തിട്ട് SL അടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ ഒരുപാട് ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിലും അതേപോലെ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ ഉള്ള ഒരുപാട് ലിക്വിഡിറ്റിൻ്റെ താഴെയാണ് ഓപ്പൺ ആയത്. ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റി ഒക്കെ ഇന്നലെ തന്നെ ടാപ്പ് ചെയ്തതാണ്. പിന്നെ വീണ്ടും താഴേക്ക് ഈ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇന്ന് ഓപ്പൺ ആയത് തന്നെ. അതുകൊണ്ട് നേരെ ഫസ്റ്റ് എൻട്രി ഞാൻ മേലോട്ടേക്കാണ് എടുത്തത്. ഒരു കോൾ ഓപ്ഷനിലാണ് എൻട്രി എടുത്തത്. അപ്പ് സൈഡിലേക്ക് താഴത്തെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മേലോട്ടാണ് എൻട്രി എടുത്തത്. അങ്ങനെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് പിന്നെ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് മേലോട്ടേക്ക് ഒരു എൻട്രി എടുത്തു. ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത് 9:50. അതിൽ എൻട്രി എടുത്ത് കുറച്ച് പ്രോഫിറ്റിലേക്ക് വന്ന് നേരെ താഴോട്ട് വന്ന് SL അടിക്കുകയാണ് ചെയ്തത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ലിക്വിഡിറ്റി എടുത്തിട്ട് പിന്നെ മേലോട്ട് ഈ ഡേ ഹൈയും ഈ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് എടുത്തത്. പക്ഷേ മാർക്കറ്റ് അങ്ങോട്ട് വന്നില്ല. നേരെ വന്ന് ഇവിടെ SL അടിച്ചു. അതടിച്ചതിന് ശേഷം പിന്നെ ഒരു എൻട്രി നോക്കിയത് പുട്ട് ഓപ്ഷനിലാണ്. താഴോട്ടേക്കുള്ളൊരു എൻട്രിയാണ്. അത് നോക്കാൻ കാരണം മാർക്കറ്റ് ഓൾറെഡി ഇത്ര നല്ല ബെയറിഷാണ്. അതുകൊണ്ട് പിന്നെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പിന്നെ താഴോട്ടേക്കാണ് ട്രേഡ് എടുത്തത്. മാർക്കറ്റ് ഏതാണ്ട് ഈ ഒരു ക്യാൻഡിലാണ് താഴോട്ടേക്കുള്ള എൻട്രി എടുത്തത്. 52,400 പുട്ട് ഓപ്ഷൻ അതിൽ എൻട്രി എടുത്തത് ഈ ഒരു ക്യാൻഡിലാണ്. കുറച്ച് നേരം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നീട് താഴോട്ടേക്ക് വരുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് എടുത്തത്. ഈ ഒരു ചെറിയൊരു ലിക്വിഡ് 1 മിനിറ്റിലുള്ള ചെറിയൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് മേലേക്ക് പോയി ടാപ്പ് ചെയ്ത സമയത്താണ് താഴോട്ടേക്ക് എൻട്രി എടുത്തത്. ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്, പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഒന്നുമില്ല. പക്ഷേ മാർക്കറ്റ് ഇത്ര നല്ല ട്രെൻഡിങ് ആയി താഴോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻട്രി എടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഹയർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ഈ ക്യാൻഡിൽ എൻട്രി എടുത്തു. അത് 100 പോയിൻ്റാണ് 100 പോയിൻ്റാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. പക്ഷേ നല്ല രീതിയിൽ ബെയറിഷായ മാർക്കറ്റ് ആയതുകൊണ്ട് ഞാനത് 200 പോയിൻ്റ് വെച്ചു. എന്നിട്ട് 100 പോയിൻ്റ് ആയ സമയത്ത് ട്രയൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ 100 പോയിൻ്റായി ട്രയൽ ചെയ്ത് കൊടുത്ത സമയത്ത് അത് ട്രയലിംഗ് SL ഹിറ്റായിട്ടാണ് 2,500 വന്നത്. അല്ലെങ്കിൽ 100 പോയിൻ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി 3,000 പ്രോഫിറ്റ് ഉണ്ടാവില്ല. അതെല്ലാ ട്രേഡും ഞാൻ അങ്ങനെ തന്നെ എടുക്കൽ. 20 പോയിൻ്റ് SLഉം 100 പോയിൻ്റ് ടാർഗറ്റും വെച്ചിട്ട് എടുക്കൽ. പക്ഷേ ഇന്ന് അത്രയും നല്ല ബെയറിഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കുഴപ്പമില്ല, 100 പോയിൻ്റ് അടിച്ചു. അതിന് ശേഷം തിരിച്ചു വന്ന് ട്രയലിംഗ് SL ഹിറ്റായി. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. 2 ട്രേഡ് എടുത്തു. അതിൽ ഒരു ടാർഗറ്റും ഒരു SL ആണ്. പിന്നെ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ മാസത്തിൽ അത് കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ PNLഉം കാര്യങ്ങളൊക്കെ ഞാൻ ശനിയാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഡെയിലി ലൈവ് ട്രേഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ചാനലിൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.